ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയുടെ ഡിസൈനിങ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് ആണ്. പിന്നെ നമുക്ക് സീക്വൻസ് വേണം. ഇത് ഗോൾഡൻ കളറുള്ള സീക്വൻസ് ആണ്. അതുപോലെ റൗണ്ട് ബീഡും വേണം. ഗോൾഡൻ റൗണ്ട് ബീഡ് സൈസ് നമ്പർ 6 ആണ് എടുത്തേക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന കുർത്തിയുടെ പാറ്റേൺ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് നെക്ക് വരച്ചു കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു പോൾ ഷേപ്പ് പോലെ വരച്ചിട്ടില്ലേ, ഈ ഒരു പോർഷനിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് 3 റൗണ്ട്സ് ആണ് വരുന്നത്. ഒരു വലിയ റൗണ്ട്, പിന്നെ ഒരു മീഡിയം, പിന്നെ സ്കാറ്റർ ചെയ്തൊരു ചെറിയ റൗണ്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ അതുപോലെ 3 റൗണ്ട്സ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ക്ലോത്തിലേക്ക് നെക്കൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പോർഷനിലാണ് കേട്ടോ റൗണ്ട് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്റ്റെൻസിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക. വലിയ റൗണ്ടാണ് വരയ്ക്കുന്നത് ആദ്യമേ ഞാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടൊന്ന് വരച്ച് കൊടുക്കുവാണ്. ഇനി ആ വലിയ റൗണ്ട് വരച്ചതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് സ്പേസ് ഇല്ലേ, അവിടെ നമുക്ക് ചെറിയ റൗണ്ടും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി ആ വലിയ റൗണ്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ നീഡിലെടുക്കാം. എന്നിട്ട് നമുക്ക് അവിടേക്ക് ഒരു ഗോൾഡൻ റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ആ ബീഡിൻ്റെ തൊട്ടടുത്ത് നിന്ന് നീഡിൽ ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 6 ഗോൾഡൻ റൗണ്ട് ബീഡ് തന്നെ എടുത്തിട്ട് അതിന് ചുറ്റുമായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ലോക്ക് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് ഒരു റോ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരോ ബീഡായിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ വേണം ഇവിടെ നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മളിവിടെ ബീഡ് വർക്കൊക്കെ ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, എന്നാലും ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഒന്നുകൂടെ പറയുന്നത്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ ഒരു റോയും കൂടെ കട്ട് ബീഡ്സ് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഈ തേർഡ് റോയിൽ നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പം കണ്ടിന്യൂസ് ആയിട്ട് വേണം ബീഡ്സ് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു 3 കട്ട് ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബീഡ് ബാക്കിലേക്ക് നീഡിലൊന്ന് കുത്തിയിട്ട് നമ്മുടെ ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തി വീണ്ടും ഒരു 2 കട്ട് ബീഡ് എടുത്തിട്ട് അങ്ങനെ നമ്മൾ ഈ ഒരു റോ സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് ബീഡ്സ് അടുത്തടുത്ത് വരും കേട്ടോ. മറ്റേത് കുറച്ച് അകലം ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയല്ല, ഗ്യാപ്പേ ഉണ്ടാവത്തില്ല.
ഇനി നീഡിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് 2 കട്ട് ബീഡ്സ് ഒരു സീക്വൻസ് ഒന്നിച്ചെടുക്കാം. എന്നിട്ട് ഈ റൗണ്ടിന് ചുറ്റുമായിട്ട് ഇതേപോലെ തന്നെ അങ്ങ് റൗണ്ടിൽ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ ഈ മീഡിയം റൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നീഡിൽ ഞാൻ സർക്കിളിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഔട്ടറിലേക്ക് ഇതേപോലെ സീക്വൻസ് ഓരോന്നോരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഔട്ടർ ലെയറാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇൻസൈഡും ഇതേപോലെ തന്നെ സീക്വൻസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു റൗണ്ട് ബീഡ് വെച്ചിട്ട് അതിന് ചുറ്റും ഒരു 6 കട്ട് ബീഡ്സ് എടുത്തിട്ട് അതും കൂടെ നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ആദ്യം ഒരു റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് നമുക്ക് 6 കട്ട് ബീഡ്സ് എടുത്തിട്ട് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ സ്പേസ് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.